ഹായ് ഓൾ, വർക്ക് എനർജി പവറിൻ്റെ മറ്റു കുറച്ച് കോൺസെപ്റ്റുകൾ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പാർട്ട് 1 പാർട്ട് 2 വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നേരെ കോൺസെപ്റ്റിലോട്ട് പോവാം. ഫസ്റ്റ് വൺ, ഇക്വിലിബ്രിയം. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടീഷൻ ഓഫ് നെറ്റ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു 0 ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. 3 സ്റ്റേറ്റ്സ് ഓഫ് ഇക്വിലിബ്രിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്റ്റേബിൾ, അൺസ്റ്റേബിൾ ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു കർവ്ഡ് പ്ലാറ്റ്ഫോം വിചാരിക്കുക, അതിനകത്തൊരു ബോൾ പ്ലേസ് ചെയ്തിരിക്കുവാണ്, മിഡിൽ പോയിന്റിലായിട്ടൊരു ബോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? മൂവ്മെൻ്റ് ഉണ്ടാകും. ആ ബോളിനൊരു മൂവ്മെൻ്റ് ഉണ്ടാകും, ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട്. അതിനുശേഷം ഫൈനലി അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് തന്നെ എത്തിച്ചേരാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെയാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എപ്പോഴും അതിനൊരു ടെൻഡൻസി ഉണ്ടാവും അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് എത്തിച്ചേരാനായിട്ട്. ദെൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഈ കർവ്ഡ് പ്ലാറ്റ്ഫോം തന്നെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വെക്കാം. അതിനുശേഷം അതിൻ്റെ ടോപ്പിലൊരു ബോൾ പ്ലേസ് ചെയ്തു, ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതിൻ്റെ റിസൾട്ടായിട്ട് ആ ബോൾ താഴോട്ട് പോയി. തിരിച്ചൊരിക്കലും അതിന് മുകളിലോട്ട് കയറി വരാൻ പറ്റത്തില്ല. അതിനെയാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദെൻ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഒരു സ്മൂത്ത് സർഫസിൽ ഞാനൊരു ബോൾ പ്ലേസ് ചെയ്തു, അതിനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ആ ബോൾ എവിടെയെങ്കിലും ചെന്ന് നിൽക്കും. അതാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് സാധാരണ കീമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഒരു പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ തന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇക്വിലിബ്രിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതായത് ഒരു പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ യു ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ യു ഓഫ് എക്സ് ഈക്വൽ ടു 5x³ - 4x² + 3x എന്നൊക്കെ പറഞ്ഞ് തന്നേക്കുവാണ്. എന്നിട്ട് ഈ ഫംഗ്ഷൻ ഇക്വിലിബ്രിയം ആണോ, ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണ്, സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ, ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വിലിബ്രിയം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്ത് നോക്കാം? ഡി ഓഫ് യു ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം ആണ്. അതായത് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്ത് അത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? ഇക്വിലിബ്രിയം ആണ്. ഇനി സ്റ്റേബിൾ ആണെങ്കിലോ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് യു ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അൺസ്റ്റേബിൾ ആണെങ്കിലോ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് യു ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0 ആണെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ദെൻ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതോ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. സോ നമുക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ തന്നിട്ട് അത് ഇക്വിലിബ്രിയം ആണോ അല്ലയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ദെൻ കൊളിഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? രണ്ട് ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്യുന്നതിനെയാണ് കൊളിഷൻ എന്ന് പറയുന്നത്. കൊളിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മൊമെൻറ്റം കൺസർവേഷൻ. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ലീനിയർ മൊമെൻറ്റം P ഈസ് ഈക്വൽ ടു mv. മൊമെൻറ്റം കൺസർവേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. ദാറ്റ് ഈസ് m1u1 പ്ലസ് m2u2 ഈസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് കൊളിഷൻ. 2 types of collisions ആണുള്ളത്. 1 dimensional collisions and 2 dimensional collisions. 1 dimensional collisions എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സംഭവിക്കുന്ന കൊളിഷനാണ്. അതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: എലാസ്റ്റിക് ഓർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. എലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, രണ്ട് ബോഡി മാസ് m1 ആൻഡ് m2 അത് തമ്മിൽ കൊളൈഡ് ചെയ്യുവാണ്. രണ്ട് ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്തു. തീർച്ചയായിട്ടും കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ ഈ രണ്ട് ബോഡിക്കും സംഭവിക്കാം. ഈ ഡീഫോർമേഷൻ സംഭവിച്ചതിന് ശേഷവും ആഫ്റ്റർ കൊളിഷൻ ആ ബോഡിക്ക് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ എന്ത് പറയാം? ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയാം. രണ്ട് ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്തു, അതിനെന്തെങ്കിലും ആ ബോഡിക്ക് ചേഞ്ചസ് ഉണ്ടായി, ആഫ്റ്റർ കൊളിഷൻ ആ ബോഡിയുടെ ചേഞ്ചസ് എല്ലാം മാറ്റി അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തന്നെ തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയാം. ഇനി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിലോ, ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്ത സമയത്ത് ആ ബോഡിക്ക് എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ സംഭവിച്ചു. ആ ഡീഫോർമേഷന് ഒരു ചേഞ്ചസും ഉണ്ടായില്ല, അതുപോലെ തന്നെ ആഫ്റ്റർ കൊളിഷനിലും അതുപോലെ തന്നെ ഇരിക്കുവാണ്. അതിനുണ്ടായ ഡീഫോർമേഷൻ അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിനെ റീഗെയിൻ ചെയ്ത് ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, രണ്ട് സ്റ്റീൽ പാത്രം തമ്മിൽ കൊളൈഡ് ചെയ്ത സമയത്ത് ഒരു നമുക്ക് വിചാരിക്കാവുന്നതേ ഉള്ളൂ, ആ പാത്രത്തിന് എന്തായാലും എന്തെങ്കിലും ഒരു
പ്രശ്നം പറ്റാം, ഒരു വളവോ എന്തെങ്കിലുമൊക്കെ പറ്റാം, ഒരു കുഴിയോ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവാം. അതിനുശേഷം ആ സ്റ്റീൽ പാത്രത്തിൻ്റെ ആ കുഴി മാറുമോ? ഇല്ല, ഒരിക്കലും മാറത്തില്ല. അത് അതുപോലെ തന്നെ ഇരിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാം, രണ്ട് കാറ് തമ്മിൽ ഇടിക്കുമ്പോൾ എന്തെങ്കിലും അതിന് പ്രശ്നങ്ങൾ പറ്റും. അതെല്ലാം തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. അതിനെന്ത് പറയാം? ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയാം. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുമ്പോൾ രണ്ട് മാസ് തമ്മിൽ കൊളൈഡ് ചെയ്യുവാണ്. രണ്ട് മാസ് തമ്മിൽ കൊളൈഡ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ കൊളിഷൻ ഈ രണ്ട് ബോഡിയും കൂടെ ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഒരു ബോഡിയിൽ മറ്റൊരു ബോഡി ഒട്ടിപ്പിടിച്ചിരിക്കുവാണ്. അങ്ങനെ ഒരുമിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും ഒരു സെയിം വെലോസിറ്റി ആയിരിക്കും. ഇങ്ങനെ പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിവിടെ ഇലാസ്റ്റിക് കൊളിഷൻ എടുക്കുവാണെങ്കിൽ, ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്, അതുപോലെ തന്നെ മൊമെൻറ്റവും കൺസേർവ്ഡ് ആണ്. നമുക്കറിയാം മൊമെൻറ്റം കൺസർവേഷൻ എന്താണ്? m1u1 പ്ലസ് m2u2 ഈസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2. അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും ഇലാസ്റ്റിക് കൊളിഷനിൽ കൺസേർവ്ഡ് ആണ്. സോ ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് half m2u2 square is equal to half m1v1 square plus half m2v2 square. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ രണ്ട് അൺനോൺസ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് ഇക്വേഷനും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻഇലാസ്റ്റിക് കൊളിഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, പക്ഷേ അവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. സോ നമുക്കിവിടെ എന്താണ് പ്രശ്നം? രണ്ട് അൺനോൺസ് ഉണ്ട് നമുക്കിവിടെ, പക്ഷേ ഒരു ഇക്വേഷനേ ഉള്ളൂ. രണ്ട് അൺനോൺസ് ഉണ്ട്, ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനിലും രണ്ട് അൺനോൺസ് ഉണ്ട്, പക്ഷേ ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു ടേം പഠിക്കുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ഇ. ഇ ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 ഡിവൈഡ് ബൈ u1 മൈനസ് u2. v2 മൈനസ് v1 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സെപ്പറേഷനും u1 മൈനസ് u2 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് അപ്രോച്ചുമാണ്. ഓക്കെ, അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇന് കുറച്ച് ഡെറൈവ്ഡ് വാല്യൂസും ഉണ്ട്. അതായത് എലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു 1. ദെൻ ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ 0 ലെസ് ദാൻ ഇ ലെസ് ദാൻ 1. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് v1 v2 കണ്ടുപിടിക്കാനായിട്ടൊരു ഫോമുല ഉണ്ട്. സോ ഈ ഫോമുലയും കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഞാൻ രണ്ട് കേസുകൾ പറയാം. അതായത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കേസ് 1, m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m ആണെന്ന് വിചാരിക്കുക. u1 ഈക്വൽ ടു u1 ആൻഡ് u2 ഈസ് ഈക്വൽ ടു u2. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കേസിൽ v1 എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ v1 ഈസ് ഈക്വൽ ടു u2 എന്ന് കിട്ടും. അതുപോലെ തന്നെ v2 ഈസ് ഈക്വൽ ടു u1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? രണ്ട് ഐഡൻറ്റിക്കൽ ബോഡീസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കൊളിഷൻ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ കേസ് 1 നമ്മൾ അറിയേണ്ട കാര്യം, രണ്ട് ഐഡൻറ്റിക്കൽ ബോഡീസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കൊളിഷൻ അതിൻ്റെ വെലോസിറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി കേസ് 2 നോക്കാം. കേസ് 2ൽ m1 എന്ന് പറയുന്നത് കേസ് 2ൽ m1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. m1 എന്ന് പറയുന്ന ക്യാപിറ്റൽ എമ്മും m2 എന്ന് പറയുന്നത് സ്മോൾ എം. ഓക്കെ, ഇതിലെ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എമ്മിനെക്കാട്ടിയും വളരെ വലുതാണ്, സ്മോൾ എമ്മിനെക്കാട്ടിയും വളരെ വലുതാണ്. ദെൻ u1 ഈക്വൽ ടു u1 തന്നെയാണ് ആൻഡ് u2 ഈക്വൽ ടു u2 തന്നെയാണ്. ഇവിടെ നമ്മൾ ആ സെയിം ഇക്വേഷൻ v1 v2ൻ്റെ ഈ സെയിം ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ v1 ഈസ് ഈക്വൽ ടു u1 പ്ലസ് 2mu2 ഡിവൈഡഡ് ബൈ m. ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഈ 2mu2 ഡിവൈഡ് ബൈ m എന്ന് പറയുന്നത് വളരെ ചെറിയ വെലോസിറ്റിയാണ്. സോ നമുക്ക് പറയാം v1 ഈസ് ഈക്വൽ ടു u1 പ്ലസ് സ്മോൾ വെലോസിറ്റി. അതുപോലെ തന്നെ v2ൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ v2 ഈസ് ഈക്വൽ ടു മൈനസ് u2 പ്ലസ് 2v1.
ഓക്കെ, ഇത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആകും. ദെൻ നമുക്ക് 2 ഡയമെൻഷൻ കൊളിഷൻ കൂടി ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് 1 ഡയമെൻഷണൽ കൊളിഷനാണ്. 1 ഡയമെൻഷൻ കൊളിഷൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാകുന്ന കൊളിഷനാണ്. 2 ഡയമെൻഷൻ കൊളിഷൻ എന്ന് പറയുമ്പോൾ വേറെ പ്രത്യേകതയൊന്നുമില്ല. നമ്മളൊരു മാസ് M1 വിചാരിക്കുന്നു ആൻഡ് M2 രണ്ട് ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്തു. കൊളൈഡ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുവാണ്, 2 ഡയറക്ഷനിലോട്ട് പോവാണ്. M1 M2 2 ഡയറക്ഷനിലോട്ട് പോയി. ഓക്കെ, M1 ആൻഡ് M2 2 ഡയറക്ഷനിലോട്ടാണ് പോയത് കൊളൈഡ് ചെയ്തതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വെലോസിറ്റി കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു വെർട്ടിക്കൽ കമ്പോണൻറ്റും അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്. അതുപോലെ M2-ന് ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്. ഞാൻ പറയുവാണ് M1 ഡൈവേർട്ട് ചെയ്ത് പോയ ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആയിട്ട് എടുക്കുന്നു. ആൻഡ് M2 ഡൈവേർട്ട് ചെയ്ത് പോയ ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കുവാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ M1-ൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 sin φ, വെർട്ടിക്കൽ കമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ V1 sin φയും അതുപോലെ തന്നെ ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ V1 cos φ. അതുപോലെ ഈ M2-ൻ്റെ നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ V2 sin θ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് V2 cos θ. സോ നമുക്ക് ഇവിടെയും പ്രോബ്ലം ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആൻഡ് മൊമെൻറ്റം കൺസേർവ്ഡ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, വെലോസിറ്റി കമ്പോണൻറ്റ് റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും എടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ കൊളിഷൻ എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൊളിഷൻ ആൻഡ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന 2 കോൺസെപ്റ്റാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.